ഇന്ന് ഞാൻ വന്നിരിക്കുന്ന തെഹറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തെഹറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുലാവ് 1 പോട്ട് റെസിപ്പിയാണ്. പുലാവ് പോലെ തന്നെ ഇരിക്കും. ഇത് UP ബീഹാറിലേക്ക് അവരുടെ ആണെങ്കിൽ ട്രഡീഷണൽ ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഒരു നേരത്തേക്ക് ലഞ്ച് നമുക്ക് സുഖമായിട്ട് വയർ നിറച്ച് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ ഏറ്റവും അധികം ആണെങ്കിൽ 1.5 കപ്പ് ഞാൻ ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കപ്പോ കട്ടോരി ഗ്ലാസ് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അളവിനെടുക്കുക. ആ അളവിന് വേണം നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ അത് കാരണം 1.5 കപ്പ് ഞാനാണ് കഴുകി ഒരു അരമണിക്കൂറത്തേക്ക് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കുക. അതിപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്ക്കകത്തോണ്ട് വേണേ ഉണ്ടാക്കാൻ. അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ 3-4 ഗ്രാമ്പു, ഏലക്ക, പട്ട, പിന്നെ കുരുമുളക് ഇതെല്ലാം ഇട്ട് ബേ ലീഫൊക്കെ ഇട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് 2 സവാള നമുക്ക് നീളനെ അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാം. ഒന്ന് ബ്രൗണിഷ് കളർ ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒത്തിരിയും കരിച്ച് കളയാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് കളർ ആയി കഴിയുമ്പോൾ അത് ഇത്രയും പാകം മതിയേ. ഇനി നമുക്ക് ഒരു 3 പച്ചമുളക് നടുകെ കീറി അതും കൂടെ നമുക്ക് അകത്തൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കാം. മസാല നമ്മുടെ ഈ ഉള്ള മസാലേനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഫാൻസി മസാലയൊന്നുമില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, അല്ലെങ്കിൽ ഇതിൻ്റെ പകരം വേണമെങ്കിൽ നമുക്ക് ബിരിയാണി മസാല ആണെങ്കിലും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാനെങ്കിൽ 2 തക്കാളിയാണ് നീളനെ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് മസാലയൊക്കെ അടുക്കി പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫുള്ളായിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്കാണെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള വെജീസ് എന്ന് വെച്ചാൽ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ കോളിഫ്ലവർ ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, പിന്നെ അല്ലെങ്കിൽ പനീർ വേണമെങ്കിൽ പനീർ ഒന്ന് ലാസ്റ്റ് സോട്ട് ചെയ്ത് അതും ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏതാ നിങ്ങളുടെ ചോയ്സ് എന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാനായിട്ടും. വെജിറ്റബിൾസ് ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് ഒന്ന് അടച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. എണ്ണയൊക്കെ ഇതുപോലെ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. എപ്പോഴും നമ്മൾ പുലാവ് ഉണ്ടാക്കും ഇതുപോലെ ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി നന്നായി 2-3 മിനിറ്റൊക്കെ നന്നായിട്ട് എണ്ണയ്ക്ക് അത് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബാസ്മതി റൈസ് കുതിർത്തി വെച്ചില്ല. അതിനകത്ത് വെള്ളം എത്രയുണ്ടെന്ന് വെച്ചാൽ മുഴുവൻ കളയണം കേട്ടോ. എക്സ്ട്രാ വെള്ളം ഉള്ളത്. എന്നിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഇതുപോലെ സൈഡിൽ കൂടെ ഒന്ന് എടുത്ത് നമുക്ക് മിക്സാക്കി കൊടുക്കണേ. എന്ന് വെച്ചാൽ അരി കുതിർന്ന അരിയല്ലേ. അപ്പോൾ പെട്ടെന്നല്ല അരിയൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ഏത് കപ്പിന് നമ്മൾ അരി എടുത്തേക്കെന്ന് വെച്ചാൽ ആ കപ്പിന് 1.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കണേ പാകത്തിനുണ്ടോ ഇല്ല. ഉപ്പ് എപ്പോഴും ഇതുപോലെ പുലാവോ കിച്ചടി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്ന രീതി വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് വെജിറ്റബിൾസിനകത്തും അരിക്കകത്തൊക്കെ ഉപ്പ് പിടിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് ലാസ്റ്റ് കുറഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ മല്ലിയിലയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് അടച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒറ്റൊരു വിസിലടുപ്പിച്ചാൽ മതി. അതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുക്കറൊക്കെ നന്നായി തണുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഇത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ പിന്നെ ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ നന്നായിട്ടൊക്കെ നമുക്കൊന്നും കൂടെ ടേസ്റ്റ് നല്ല ഒരു അരിയൊക്കെ ആണെങ്കിൽ പൊട്ടാതെ നന്നായിട്ട് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അരിയൊന്നും എൻ്റെ പൊട്ടിയിട്ടൊന്നുമില്ല. നല്ല ഇതായിട്ട് ഞാനൊരു 10-15 മിനിറ്റത്തേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് അത് സെർവ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിച്ചേനെ. ഉള്ളൊക്കെ നന്നായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഫ്രണ്ട്സ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നാളെ എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.